ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു മഴക്കാലത്തിന് പറ്റിയൊരു ഹെയർ പാക്ക്. അതായത് മഴക്കാലത്ത് നമുക്ക് അങ്ങനെ ഒരുവിധപ്പെട്ടതൊന്നും തേക്കാൻ പറ്റില്ലല്ലോ, ജലദോഷവും പനിയൊക്കെ വരാൻ സാധ്യതയില്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു എണ്ണയുമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഫേസ് പാക്ക് നോക്കൂ, ഇതിനകത്ത് ഇതാ മുരിങ്ങയില, കറിവേപ്പില, ചെമ്പരത്തിപ്പൂവ്, വേപ്പില, പേരയില, ചെമ്പരത്തിയുടെ ഇല, കണക്കൂർക്ക, ഇതാ കണക്കൂർക്ക, അതായത് പനിക്കൂർക്ക. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് ഈ കൂട്ടുണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ തേയില വെള്ളം തിളപ്പിച്ച്, ഒരുപാട് കട്ടി വേണ്ട, തേയില വെള്ളം തിളപ്പിച്ച് ഈ ഇലകൾ, ഒരു പിടി മൈലാഞ്ചി ഇല, പിന്നെ തെച്ചിപ്പൂവ് ഇതുമുണ്ട്. ഇത് കൃത്രിമ തെച്ചിയല്ല, നമ്മുടെ എണ്ണയൊക്കെ കാച്ചുന്ന തെച്ചി, ചുവന്നുള്ളി, ഇതെല്ലാം ജലദോഷമൊന്നും വരാതിരിക്കാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഒരു പിടി മൈലാഞ്ചി ഇല, ഒരു പിടി കണക്കൂർക്ക ഇല, പനിക്കൂർക്ക ഇല, പിന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവ്, ചെമ്പരത്തിയില, ഒരു പിടി മുരിങ്ങയില, കൊയ്യാവല, എല്ലാ ഇലകളും ഉണ്ട് കേട്ടോ, കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ. ചെറിയുള്ളിയാണ് വേണ്ടത്, വലിയുള്ളിയെക്കാട്ടിൽ നല്ല വലിയുള്ളി വേണേൽ എടുക്കാം, പക്ഷേ ചെറിയുള്ളിയാണ് നല്ലത്. ഇത്രയും സാധനങ്ങൾ നമ്മൾ മിക്സിയിലിട്ട് നല്ലോണം ആദ്യം ഒന്ന് അരയ്ക്കണം. നിങ്ങളിത് ആദ്യം അരയ്ക്കുന്നത്, ഇന്നലത്തെ കഞ്ഞിവെള്ളം, നെല്ലിക്ക ചതച്ചിട്ട് ഞാൻ വെച്ചിരുന്നു, ഒരു 2 നെല്ലിക്ക, പച്ച നെല്ലിക്ക തന്നെ ചതച്ചിട്ട് ഇന്നലത്തെ കഞ്ഞിവെള്ളം വെച്ചിരുന്നു. ആ കഞ്ഞിവെള്ളത്തിലാണ് ഞാനിത് അരച്ചെടുത്തത്. ഉരുട്ടിയെടുക്കത്തക്ക പോലെ അരച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് തേയില വെള്ളം എടുത്തു. അത് നമുക്ക് ആവശ്യത്തിനുള്ള ഇതിലേക്കെതിരെ ഈ പാകമാക്കാൻ. ഇനിയും നമുക്ക് ഇത്തിരിയും കൂടെ വേണേ, ഇത്തിരി തേയില വെള്ളവും കൂടി ഇതിൽ ഒഴിക്കാം. അപ്പോഴാണ് ഒന്നുകൂടെ നമുക്ക് തലയിൽ പരത്താൻ സൗകര്യം. എന്നിട്ടതിന് തല കഴുകാനുള്ള ഒരു പായ്ക്കാണ് ഞാൻ, ഒരു താളിയാണിത് കേട്ടോ. ഇത് ഇന്നലെ ഒരു പിടി പയറും, ഒരു പിടി ഉലുവയും, പിന്നെ ഒരു നെല്ലിക്കയും കൂടെ കാടിവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കുതിരാൻ. രാവിലെ ഈ ചെറുപയറും നെല്ലിക്കയും, ഒരു നെല്ലിക്കയുടെ 2-3 കഷ്ണം നെല്ലിക്കയും ഒരു നുള്ളു ഉലുവയും കൂടെ തലേ ദിവസം കാടിവെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഈ കാടിവെള്ളം മീൻസ് അരി കഴുകുന്ന വെള്ളം, ഇതൊക്കെ പോഷക ഗുണമുള്ളതാണ് കേട്ടോ. ഈ കാടിവെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അതിലാണിത് അരച്ചത്. ഇനി ഇതിനെ കുറച്ചും കൂടി വെള്ളമാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അരി കഴുകുമ്പോൾ, അരി 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷമുള്ള വെള്ളമാണ്. കാരണം എന്നാ വെച്ചാൽ ഇപ്പം വിഷമൊക്കെ അല്ലേ അരിയൊക്കെ, അരിയിലൊക്കെ വിഷമൊക്കെ തളിക്കുമല്ലോ ഇവർ, ഇങ്ങനെ ഒരു ഇതിനു വേണ്ടി പ്രിസർവേറ്റീവായിട്ട് ഇങ്ങനെ ചെയ്യുമല്ലോ, അണുബാധയൊന്നും കേടുവരാതിരിക്കാൻ. എൻ്റെ ബ്രദർ FCIയിലായിരുന്നു, ഫുഡ് കോർപ്പറേഷനിൽ, മരിച്ചുപോയി. എൻ്റെ താഴെയുള്ളവൻ പറയും, 2-3 ചാക്കിനിടയിൽ ഒരു ചാക്ക് അരി, ഗോഡൗൺ അവിടെ ആണല്ലോ, 2-3 അവിടെ എൻജിനീയറായിരുന്നു എൻ്റെ ബ്രദർ. പിന്നെ 2-3 ചാക്കിനകത്ത് ഓരോ ചാക്ക് വിഷത്തിൻ്റെ ചാക്കും കൂടെ അങ്ങനെ അടുക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇത് കൂറയും ചാഴിയും ഒന്നും വരാതെ, കേടുവരാതെ അരി ഇരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആ കാടിവെള്ളം ഇനി ഇത് കുറച്ചും കൂടി നമുക്ക് ലൂസാക്കണം. എന്നിട്ട് നമ്മളതിനെ ഇന്നലത്തെ കാടിവെള്ളം ഉണ്ടേ നല്ലത്, അതില്ലെങ്കിൽ ഇന്നത്തെ കാടിവെള്ളം
ഇല്ലേ കഞ്ഞിവെള്ളം വേണേലും ആകാം. കഞ്ഞിവെള്ളം നല്ലതാണ് കേട്ടോ. കഞ്ഞിവെള്ളം വേണേലും ആകാം. ഒഴിച്ചതിനെ നമ്മുടെ ആവശ്യത്തിന് തലയിൽ താളി പോലെ തേക്കാൻ സൗകര്യത്തിനുള്ള രീതിയിലാക്കി അതിന് തല വാഷ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടെ നമ്മൾ അരച്ചൊരു പാക്കാക്കിയല്ലോ. ഇലാഞ്ചി, തേയില എല്ലാം ഉണ്ട് ഇതിനകത്ത്, എല്ലാ വസ്തുക്കളും ഇതുണ്ട്. ഇതെല്ലാം തലമുടി വളരാൻ പര്യാപ്തമാണ്. ഇതിനകത്ത് മുട്ട എന്നുള്ളൊരു സാധനം തൊട്ടിട്ടേ ഇല്ല. കാരണം എല്ലാവർക്കും മുട്ട ഇഷ്ടമാകുകയില്ലല്ലോ. ഒരുപാട് പേര് മുട്ട തൊടാത്തവരുണ്ട്, മുട്ട കഴിക്കാത്തവരുണ്ട്, മുട്ട കാണുമ്പോഴേ അറപ്പുള്ളവരുണ്ട്. അപ്പോൾ അത് മുട്ട ചേർത്തുള്ള വേറൊരു പായ്ക്കുണ്ട്, നല്ലതാണ് അത് കേട്ടോ. ഇത് മുട്ട ചേർക്കാതെ അതിലും നല്ലതാണ്. എന്നിട്ട് നമ്മൾ ആദ്യം നമ്മുടെ തല മുടി റൂട്ട് ചേർത്ത് നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകണം. ചീകി വൃത്തിയാക്കണം. നമ്മുടെ മുടി റൂട്ട് ചേർത്ത് നല്ലോണം ചീകി വൃത്തിയാക്കി ഉടക്കൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. ഇത്ര കാലം ഞാൻ ക്യാനിൽ കണ്ടില്ലേ, കന്യാസിലെ വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ ഉള്ളതിനെയാണ് ഇത്ര കാലം ഞാൻ തലയിൽ തേച്ചിരുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് എൻ്റെ കോയമ്പത്തൂരുള്ള ഒരു കസിൻ സിസ്റ്റർ വിഷുവിന് വന്നിരുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. അവൾക്ക് ഒരുപാട് മുടിയുണ്ട്. അപ്പം എനിക്ക് ഇവർക്ക് ഇങ്ങനൊരു സംഭവം ഉള്ളത് അറിയുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ 40 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ അവളെ കാണുന്നത്. അവർ പണ്ടേ കോയമ്പത്തൂർ ഇങ്ങ് വന്നിരുന്നു. പാലക്കാടിനടുത്താണ് കോയമ്പത്തൂരെങ്കിൽ പോലും അവരെല്ലാവരും അങ്ങ് ദുബൈയിലും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അവരെ കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. എൻ്റെ അമ്മൂമ്മമാരുടെ ജ്യേഷ്ഠാനുജത്തിമാരുടെ മക്കളുടെ മക്കളാണ് ഇവർ. കഴിഞ്ഞ കുറേ ദിവസത്തിന് മുമ്പ് എൻ്റെ ഒരു സിസ്റ്ററാണ് വിഷുവിൻ്റെ കുറച്ച് ദിവസം മുമ്പേ, വേറൊരു കസിൻ സിസ്റ്ററാണ് ഇവളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഗോമതി ലത എന്നാണ് അവളുടെ പേര്, ലത പറഞ്ഞ് മനസ്സിലാക്കി തന്നെ. ഇപ്പം അവൾ ഗൾഫിൽ നിന്നൊക്കെ വന്നിങ്ങനെ പിന്നെ കോയമ്പത്തൂരാണ്. അപ്പോൾ അവൾ എന്നെ കാണാൻ വന്നപ്പം ഇത് കയ്യിൽ വെച്ചിരുന്നതാണ്. കാരണം എന്താ വെച്ചാൽ അവൾക്ക് തലയിൽ തേക്കാൻ വേണ്ടി. ഇതിൻ്റെ തലയിൽ തേച്ചത് ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ അവൾ അതിനോട് ഞാൻ ചോദിച്ചു, ഒരു കുട്ടി നിനക്ക്, അവൾക്ക് 10-60 വയസ്സായി, നിൻ്റെ മുടിയൊന്നും ഇപ്പോഴും പോയിട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴും അവൾ പറയുന്നത്, ചേച്ചി മുമ്പ് എനിക്ക് മുടി കുറവായിരുന്നു, ചേച്ചി എന്നെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ അവളെ ആദ്യമായിട്ട് കാണുക. കുട്ടിയിലെങ്ങാണ്ട് കണ്ടിട്ടുണ്ടെന്ന് അമ്മയൊക്കെ, അല്ല എൻ്റെ ഈ മഗീജയുടെ അമ്മ ഗീതയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്നേരം അവൾ ഒരു എണ്ണ തേക്കുന്നു രാവിലെ. അവൾ ഒരു ദിവസം ഇവിടെ താമസിച്ചിട്ടാണല്ലോ. രാവിലെ അവൾ കുളിക്കാൻ നേരത്ത് ഈ എണ്ണ എടുത്ത് തേച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എവിടെ നിന്ന് മേടിച്ചെന്ന് ചോദിച്ചപ്പോഴാണ്, ചേച്ചി ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. 28 അങ്ങാടി മരുന്നുകൾ ചേർത്ത് അങ്ങാടിക്കടയിൽ നിന്നും പിന്നെ നമ്മുടെ പരിസരത്തുള്ളതുമായിട്ടുള്ള എല്ലാ മരുന്നുകളും ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് അവൾ സിംഗിൾ ലേഡി, അവളുടെ ഹസ്ബൻഡൊക്കെ മരിച്ചു, പിള്ളേരെല്ലാം എപ്പോഴും ദുബൈയിലാണ്. അവൾ തന്നെ ചെയ്യുന്ന സംരംഭം 3-4 പെണ്ണുങ്ങളെ സ്ത്രീകളെയും കൂടെ കൂട്ടുപിടിച്ച് ഗുഡ് ലെവൽ എന്നാണ് ഇതിൻ്റെ പേര്, ഈ വെളിച്ചെണ്ണയുടെ. ഗുഡ് ലെവൽ ഹോം മെയ്ഡ് ഹെയർ ഓയിൽ, ഗുഡ് ലെവൽ ഹോം മെയ്ഡ് ഹെയർ ഓയിൽ എന്നാണ് ഇതിൻ്റെ പേര്. തമിഴ്നാട്ടിലെ തമിഴക്ഷരമൊക്കെ കണ്ടില്ലേ, അതാണ് ഇത്. ആവശ്യമുള്ളവർ പറഞ്ഞാൽ ആ കമൻറ്റ് ഇട്ടാൽ അതിൻ്റെ നമ്പറൊക്കെ ഇതിൽ തന്നെ അവൾ കൊടുത്തിട്ടുണ്ട്. 76 048 76 048 75 5 16 76 048 75 5 16 അവളുടെ നമ്പർ. ഒരുപാട് ഇത് ചിലവാകുന്നുണ്ട്, ഹോം മെയ്ഡാണല്ലോ. ഇതിൽ ഒരു കൃത്രിമവും ഇല്ലാതെ നല്ലതായിട്ട് ചെയ്യുന്നതാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ മേടിക്കാം. ഞാനിപ്പോൾ എനിക്കിത് നിങ്ങൾ മേടിക്കാതിരിക്കുക, ഇതിനെക്കുറിച്ച് ബോധറേഷനില്ല. ഞാനിപ്പോൾ ഇത് തേക്കുന്നുണ്ട്. തലയ്ക്ക് നല്ല കുളിർമയാണ്. നമുക്ക് ജലദോഷം ഒന്നും വരാതിരിക്കാൻ. അവൾ ഇവിടുന്ന് പോകുമ്പോഴും കുറച്ച് കറ്റാർവാഴയും കുറച്ച് തുളസിയും പനിക്കൂർക്കയും മുരിങ്ങയിലും ഒക്കെ കളക്ട് ചെയ്താണ് പോയത്. പിന്നെ പാലക്കാട് അങ്ങാടിക്കടയിൽ പോയി കുറേ മരുന്നുകളും മേടിച്ചാൽ കൂടി പോയത്. അതാണ് ഈ എണ്ണ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ഈ എണ്ണ തേക്കണമെന്നല്ല, ഞാനിപ്പോൾ തേക്കുന്ന എണ്ണ ഇതാണ്. എൻ്റെ മുടി ഒരുപാട് പണ്ട് മുടി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. മുടി
കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുക. മുടി കൊഴിയുമ്പോൾ ഞാൻ ആലോചിക്കും, ഇത്രയും മുടി എൻ്റെ തലയിൽ എവിടെ നിന്നായി കൊഴിയുന്നതെന്ന്. പക്ഷെങ്കിൽ ആ മുടി കൊഴിച്ചിൽ മാറി, തലയ്ക്കൊരു സുഖവും കിട്ടി. ഇനിയും വളർന്നു തുടങ്ങുമായിരിക്കും എനിക്ക്. പക്ഷേ ഇനിയും വളർന്നു തുടങ്ങുകയൊന്നും വേണ്ടല്ലോ, ഈ ഉള്ളതൊക്കെ മതി. കാരണം മുടി സംരക്ഷിക്കാനും എനിക്കിനിയും പറ്റില്ല, ആവശ്യമില്ലല്ലോ. കാരണം ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണേലും പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത് ആ എണ്ണ കൊണ്ട്, അല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണയാണെന്ന് വെച്ചാൽ ആ എണ്ണ കൊണ്ട് തലമുടി നല്ലോണം മസാജ് ചെയ്യുക. ഒരു 10 മിനിറ്റ് ഓരോ പ്രാവശ്യവും എണ്ണ തേക്കുമ്പം ചീർപ്പ് കൊണ്ട് നല്ലോണം ഒന്ന് അമർത്തി ചീകി കൊടുക്കണം. അങ്ങനെ ചീകി കെട്ടി ഈ വെളിച്ചെണ്ണ അല്ലെ ആ എണ്ണ തേച്ച് ഒരു 10 മിനിറ്റ് കെട്ടി വയ്ക്കണം. അതിന് ശേഷം നമ്മൾ മുടിയഴിച്ച് ഒന്നുകൂടെ ഒന്ന് ചീകിയിട്ട് ദാ ഈ മൈലാഞ്ചി, കറിവേപ്പില, ആര്യവേപ്പില, പിന്നെ ചെറിയുള്ളി, തെച്ചിപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്, മുരിങ്ങയില, കൊയ്യാവില, ഇതെല്ലാം കുറേശ്ശേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കോഴിമുട്ട തൊടുകയേ വേണ്ട. കാരണം ഇത് കോഴിമുട്ടയൊന്നും തൊടാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള, കോഴിമുട്ട ഉപയോഗിക്കുന്നവർക്കും ഇത് ചെയ്യാം. പക്ഷേ കോഴിമുട്ട ഉപയോഗിക്കാതുള്ളൊരു പായ്ക്കാണിത്. ഈ പായ്ക്കിനെ നല്ല വൃത്തിയായിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു 30 മിനിറ്റ് ഇരിക്കണം. അതിന് ശേഷം നമ്മൾ മുടി അഴിച്ച് വീണ്ടും ഒന്നുകൂടെ ആ പായ്ക്കോട് കൂടി തന്നെ ഒന്ന് പല്ലകൽച്ചുള്ള ചീപ്പ് കൊണ്ടൊന്ന് ചീകി പിടിപ്പിക്കണം വീണ്ടും. അതിന് ശേഷം ഈ ചെറുപയറും ഉലുവയും കാടിവെള്ളത്തിൽ നെല്ലിക്കായിട്ട് വെച്ചിരുന്ന ആ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് ചെറുപയറും ഉലുവയും നെല്ലിക്കയും കാടിവെള്ളവും. അതിനെ രാവിലെ എടുത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ് ഇതാണ് എൻ്റെ താളി കേട്ടോ. ഇത് ഇത്രയും നിങ്ങൾ ഈ താളി ഇട്ട് കഴുകിയും കഴിഞ്ഞിട്ട് ഈ പായ്ക്ക് പിടിച്ച് കഴിയുമ്പം നമ്മൾ ആദ്യം വെറുതെ ഒന്ന് വെള്ളത്തിൽ കഴുകണം. അതിനുശേഷം നമ്മൾ ഈ താളി ഇട്ട് കഴുകി വൃത്തിയാക്കി മുടി ഉണങ്ങുമ്പോൾ നന്നായിട്ട് ചീകി ഉണങ്ങിയതിന് ശേഷം കെട്ടി വയ്ക്കുക. മുടി ഉണങ്ങുന്നതിന് മുമ്പ് കെട്ടുകയേ ചെയ്യരുത്. അതുപോലെ തന്നെ മുടി ഉണങ്ങിയാൽ അഴിച്ചിട്ട് നടക്കുകയും ചെയ്യരുത്. മുടി ഇങ്ങനെ കാറ്റത്തൊക്കെ ആടി ഉലയുമ്പോഴേ മുടിയുടെ അറ്റമെല്ലാം പൊട്ടും. ഈ മുടിയുടെ അറ്റമൊക്കെ പൊട്ടിയവർക്കൊക്കെ ഈ വെളിച്ചെണ്ണ ഈ പായ്ക്കും നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇത് നല്ല ഒരു ഉത്തമ റെമഡിയാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം. നിങ്ങൾക്കൊക്കെ മുടി സമൃദ്ധമായിട്ട് വളരട്ടെ എന്ന് സരസ്വതി ടീച്ചർ പ്രാർത്ഥിക്കുന്നു. തലയ്ക്ക് നല്ല കുളിർമയും. ഇതിൽ മൈലാഞ്ചിയാണ് കൂടുതൽ കേട്ടോ. മൈലാഞ്ചി അലോവേര കൂടുതലുണ്ട്. ഈ മൈലാഞ്ചി അലോവേരയൊക്കെ എടുത്തോണ്ട് വരാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാനിന്ന് എൻ്റെ കാലിൽ കുറച്ച് നീര് വീണ്ടും. അതുകൊണ്ടാണ് ഞാൻ കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതിലെല്ലാം ഉണ്ട് കുട്ടികളെ, എല്ലാം ഉണ്ട്. കണിക്കൂർക്കയുണ്ട്, ചെമ്പരത്തിയുണ്ട്, ചെമ്പരത്തി പൂവുണ്ട്, കറിവേപ്പിലയുണ്ട്, ചെറിയുള്ളിയുണ്ട്, കൊയ്യാവിലയുണ്ട്, മുരിങ്ങയിലയുണ്ട്. എല്ലാം കൂടി ചേർന്ന് ഒരു പിന്നെ തെച്ചിപ്പൂവുണ്ട്. ഇപ്പോൾ തെച്ചിപ്പൂ ഇവിടെ കുറവാണ്. അപ്പോൾ തെച്ചിയുടെ മുട്ട എനിക്ക് കിട്ടിയത്. എന്താ തെച്ചിയുടെ മുട്ടയാണ് കിട്ടിയത്. ഒറിജിനൽ തെച്ചിയാണ് കേട്ടോ. ആ തെച്ചിയുടെ മുട്ട 3 ഉണ്ടോ? പൂവുണ്ട്, പൂവുണ്ട്. എന്ത് ഭംഗിയാണ് ഇത് കാണാനല്ലേ. ഭഗവാന്റെ പാദങ്ങളിലൊക്കെ എത്തിച്ചേർന്ന പൂവാണ് ഇതല്ലേ, ഈ തെച്ചി, ചെമ്പരത്തി ഒക്കെ അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചിരിക്കുന്ന ഇത് തേയില വെള്ളത്തിൽ. പിന്നെ നിങ്ങളോട് ഞാൻ വേറൊരു കാര്യം പറയാം. ഇതുകൊണ്ട് പിന്നെ തല കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കഞ്ഞിവെള്ളം എടുത്ത് ഒന്നുകൂടെ തല കഴുകി വിടാം. കഞ്ഞിവെള്ളം വളരെ ബെസ്റ്റാണ്. അത് തണുത്ത കഞ്ഞിവെള്ളമാണെങ്കിൽ ഒന്നുകൂടെ നല്ലത്. ഇല്ല തണുത്തതല്ലെങ്കിലും ഇതെല്ലാം തലയിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കഞ്ഞിവെള്ളത്തിൽ തല കഴുകുക എന്നുള്ള ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ ഞാൻ വേറൊരു താളി നിങ്ങളോട് പറയാൻ, നിങ്ങൾക്കറിയാം എല്ലാവർക്കും എങ്കിലും ഓർമ്മപ്പെടുത്തുകയാണ്. ചെമ്പരത്തിപ്പൂ ഇലയും ഈ ചെമ്പരത്തി ഇലയും ഈ പൂവും കൂടെ നല്ലോണം മിക്സിയിൽ അടിച്ചിട്ട് അരിച്ചെടുത്ത് തലയിൽ തേച്ച് ദിവസവും കുളിക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ്. ഇത് നനകല്ലുണ്ടെങ്കിൽ നനകല്ലിലിട്ട് നല്ലോണം പ്രസ് ചെയ്ത് ഉരച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കലക്കിയിട്ട് അരിച്ചെടുത്താൽ ഒന്നുകൂടെ നല്ലതാണ്. പക്ഷേ ഇപ്പം നനകല്ലൊക്കെ ഇവിടെ എല്ലായിടത്തും മെഷീനല്ലേ, വാഷിംഗ് മെഷീനല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മിക്സിയിൽ തന്നെ ഇട്ട് അരച്ചോളൂ.
അത്രയൊന്നും മെനക്കെടാൻ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയില്ലല്ലോ. ഇതാണ് ജോലിക്ക് പോകുന്ന കുട്ടികൾക്കൊക്കെ ഒരു ഞായറാഴ്ച ചെയ്താൽ മതി. ഈ ഞായറാഴ്ച ചെയ്താൽ പിന്നെ അടുത്ത ഞായറാഴ്ച ചെയ്താൽ മതി. അങ്ങനെ ഇതൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. ഈ എണ്ണയും നല്ലതാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക, നല്ല എണ്ണയാണ് കേട്ടോ. നല്ല ഒരു പ്രത്യേക സ്മെല്ലും ഒക്കെയാണ് അതിന്. ഒരുപാടിത് ചിലവാകുന്നുണ്ടെന്നാണ് അവൾ പറഞ്ഞത്. ചെമ്പരത്തിയുടെയൊക്കെ പടം ഉണ്ടല്ലേ, മുടിയുടെ അങ്ങനെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കണം. നിങ്ങളൊരു 2-3 ആഴ്ച, ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഒന്നും അതിശയോക്തിയൊന്നും പറഞ്ഞ് പെരുപ്പിക്കാൻ എനിക്ക് പറ്റുകയില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് ഒരുപാട് ഒന്നും ഇതാകാൻ പറ്റില്ലല്ലോ. അപ്പം എനിക്ക് ഇനിയുള്ള കാര്യം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരാം, നമുക്കുള്ള അറിവുകളെ പറഞ്ഞു തരാം എന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്കിതിലുള്ളൂ. അതുകൊണ്ട് കുറച്ച് പേർക്കെങ്കിലും മുടിയൊക്കെ വളർന്നൊക്കെ കിട്ടും. ഏതായാലും മുടി പോകില്ല. ഇതെല്ലാം നല്ല സാധനങ്ങളാണ് അല്ലേ. അതും പച്ചമരുന്ന് പോലെ പച്ചിലകളും ഒക്കെ അല്ലേ ഇത്. മൈലാഞ്ചി, ചെമ്പരത്തി, മുരിങ്ങയില, ചെമ്പരത്തി പൂവില, കൊയ്യാവിൻ്റെ ഇല, ഇതെല്ലാം കുറച്ചേ ഉള്ളൂ. പിന്നെ അലോവേര, ഇതെല്ലാം കൂടെ അരച്ചെടുത്തതാണ്. ആര്യവേപ്പിൻ്റെ ഇല, ഇതെല്ലാം കൂടെ അരച്ചെടുത്തതാണിത്. എല്ലാം കൂടെ അരച്ചെടുത്തത് അത്രയ്ക്കൊക്കെ എടുത്തിട്ടുള്ളൂ. കുറച്ച്. ഇനി ഇതിനെ ഒരു ലേശം കാടിവെള്ളമോ കഞ്ഞിവെള്ളവും കൂടെ ഒന്നുകൂടെ ഒന്ന് ലിക്വിഡാക്കണം. തലയ്ക്ക് തേക്കാൻ പാകത്തിന് ഇത് രണ്ടും ഒന്നുകൂടെ ഒന്ന് ലിക്വിഡാക്കിയിട്ട് വേണം തേക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കണം. വളരെ നല്ല ഒരു ഗുണം കിട്ടുന്ന ഹെയർ പാക്കും എണ്ണയാണിത്. എണ്ണ നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക, നിങ്ങളുടെ സൗകര്യമാണ്. പക്ഷേ നല്ലതാണ് എൻ്റെ അനുഭവത്തിൽ. ഞാൻ ഈ എണ്ണയുടെ ഒരു ഇതൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. ഞാനിത് തേക്കുന്നതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് കൊണ്ട് പിന്നെ നമ്മളെന്നും തേക്കുന്ന എണ്ണ ഏതാണെന്ന് വെച്ചാൽ അത് മതി. ഇതിപ്പോൾ ഞാൻ അഡീഷണലായിട്ടൊന്നും നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം ആരെയും ഞാൻ കമ്പല് ചെയ്യുകയൊന്നുമല്ല, ഒട്ടും കമ്പല് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ പായ്ക്കിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ എണ്ണയും കൂടെ അങ്ങ് നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അത് ഒരാൾക്കൊരു ഉപകാരമാകുകയാണ്, നിങ്ങളുടെ മുടിക്കും നിങ്ങൾക്കും ഉപകാരമാണ്. ഇത് ചെയ്യുന്നവർക്കും ഒരു ഉപകാരമാകുകയാണെങ്കിൽ അത് നല്ലതല്ലേ. മേടിക്കാൻ ഇഷ്ടമുള്ളവർ മേടിക്കട്ടെ. ഇതൊരു പ്രൊപ്പഗൻഡ ഒന്നുമല്ല കേട്ടോ. അവർക്കിത് തമിഴ്നാട്ടിൽ ഇഷ്ടംപോലെ ചിലവാകുന്നുണ്ട്. പിന്നെ ഓൺലൈനായിട്ടും കൊറിയർ ചെയ്തൊക്കെ അവർ അയക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പാക്കിനെയും എൻ്റെ ഹെയർ പാക്കും ഹെയർ വാഷിങ്ങിനൊക്കെയുള്ള സംഭവങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. കൂട്ടത്തിൽ അവിടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കണം. നിങ്ങളുടെ സരസ്വതി ടീച്ചർ.